ഹലോ, ഗുഡ് ഈവനിങ് പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. നിങ്ങൾക്ക് അറിയുന്നത് പോലെ സ്റ്റണ്ടൊക്കെ അവസാനിച്ചു, വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞു, ഇലക്ഷൻ സ്റ്റണ്ടിന് വിരാമമായി. ഇനി നമുക്ക് പഴയ പരിപാടിയിലേക്ക് നമ്മൾ മടങ്ങിപ്പോകുന്നു. നിങ്ങളുടെ എല്ലാം അനുമതിയോടെ ഒരുപാട് ആളുകൾ ഈ പരിപാടി കാണാൻ കാത്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വരികയാണ് പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ഒരിക്കൽ കൂടി സ്വാഗതം. കേരളം ലോക്സഭാ തെരഞ്ഞെടുപ്പുള്ള ജനവിധി എഴുതിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 24 മണിക്കൂർ കഴിയുന്നതേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും വിവാദങ്ങൾക്കൊന്നും ഒരു പഞ്ഞവുമില്ല. വാദങ്ങളും പ്രതിവാദങ്ങളും ഇങ്ങനെ കൂടുപൊട്ടി വരികയാണ്. പോളിംഗ് ശതമാനത്തിലെ കനത്ത ഇടിവിൽ മുന്നണികളുടെ കൂട്ടലും കിഴിക്കലും ഇന്നും തുടർന്നു. ബൂത്ത് തിരിച്ചുള്ള വിലയിരുത്തലുകൾ നടക്കുമ്പോഴും അടിയൊഴുക്കുകൾ പ്രവചിക്കാൻ കഴിയാത്ത വിധം പോളിംഗ് കുറഞ്ഞെന്നാണ് വിലയിരുത്തൽ. പല ആളുകൾക്കും ടെൻഷനായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് തങ്ങളെ ബാധിച്ചേക്കുമോ എന്ന ഭയമാണ് പലർക്കും. എന്നാൽ പുറത്തവർ പറയുന്നത് ഈ പോളിംഗ് ശതമാനം കുറയുന്നത് ഞങ്ങളെ ബാധിക്കില്ല, അപ്പുറത്തുള്ള കക്ഷികളെയാണ് ബാധിക്കുന്നത്. ഇത് പല ആളുകളെയും ബാധിക്കും എന്നത് ഉറപ്പാണ്. ചില ആളുകൾ പറയുന്നു വിദേശ വിദ്യാർത്ഥികൾ പഠിക്കാൻ പോയതാണ്, തൊഴിലന്വേഷിച്ച ആളുകൾ പോകുന്നതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നു. അതേസമയം മറ്റു ചില ആൾക്കാർ പറയുന്നു രാഷ്ട്രീയ രംഗത്തെ മാലിന്യങ്ങളൊക്കെ കണ്ട് ചില ആളുകൾ മനസ്സുമടുത്ത് വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. ഇതെല്ലാം ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനെല്ലാം അപ്പുറം കനത്ത മേടച്ചൂട് അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്രമക്കേട് നടന്നു, അട്ടിമറി നടന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളും ഇന്ന് ഉയർന്നു കേട്ടു. വോട്ടെടുപ്പ് കഴിഞ്ഞു. നാടൊന്നാകെ ചർച്ച ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ബാക്കിയുണ്ട്. ഇനി നമുക്ക് ഒട്ടും ചൂട് കളയാതെ ആ ചർച്ചയിലേക്ക് മടങ്ങിപ്പോകണം. കാരണം ഇതിൻ്റെ ഫലം അറിയാൻ നമുക്ക് ഒരു മാസം കാത്തിരുന്നേ പറ്റൂ. ജൂൺ 4-ാം തീയതി നമുക്ക് 24-ന്റെ സ്ക്രീനിലൂടെ തന്നെ ഇന്ത്യ ആര് ഭരിക്കും എന്ന് നമുക്ക് അറിയാൻ കഴിയും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. അതുവരെ നമുക്ക് ഒരുപാട് പൊതുജനങ്ങളെ നേരിടുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യണം. അത് ജനങ്ങളെത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് 24. ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാള ടെലിവിഷനിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂർ തുടങ്ങുന്നു. പൊതുജനം കഴുതയല്ല സാർ. നമുക്കിന്ന് ചർച്ച ചെയ്യപ്പെട്ട ഈ വാർത്താ പകലിൽ ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് മുന്നണികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്. അടിയൊഴുക്കുകൾ പ്രവചിക്കാൻ കഴിയുന്നില്ല എന്ന രീതിയിലാണ് അവർ പറയുന്നത്. പോളിംഗ് കുറഞ്ഞത് എങ്ങനെ ബാധിക്കുമെന്ന് ഒരു രീതിയിലും കവടി നിരത്തിയിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല. ഒടുവിൽ പുറത്തു വന്ന കണക്ക് പ്രകാരം 71.16% കേരളത്തിലെ ആകെ പോളിംഗ് ശതമാനം. ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയത് വടകരയിൽ, ഏറ്റവും കുറഞ്ഞ പത്തനംതിട്ടയിലും. അപ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ അട്ടിമറി നടന്നു എന്ന ആരോപണവുമായി ഇന്ന് കോൺഗ്രസ് രംഗത്ത് വന്നു. വീഴ്ച ചൂണ്ടിക്കാണിച്ചാൽ പരിശോധിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറുപടി കൊടുത്തു. 1.5 മാസം നീണ്ട കൊണ്ടുപിടിച്ച പ്രചരണം, എന്നിട്ടും പോളിംഗ് ശതമാനത്തിലുണ്ടായത് കനത്ത ഇടിവ്. ഇത് തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. ദേശീയ നേതാക്കളും മന്ത്രിമാരുമടക്കം മത്സരിച്ച തെരഞ്ഞെടുപ്പ് റെക്കോർഡ് ഭൂരിപക്ഷം മറികടക്കുമെന്ന് മുന്നണികൾ പ്രതീക്ഷിച്ചിടത്താണ് പോളിംഗിൽ ഇടിവുണ്ടായത്. കടുത്ത പോരാട്ടം നടന്ന വടകരയിലാണ് കൂടുതൽ പോളിംഗ്, പത്തനംതിട്ടയിലാണ് കുറവ് പോളിംഗ്. ഒരു മണ്ഡലത്തിൽ പോലും 80-ലേക്ക് വോട്ടിംഗ് ശതമാനം എത്തിയില്ല. ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം അടക്കം പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മുന്നണികൾ. എങ്കിലും ചരിത്ര വിജയം നേടുമെന്ന് UDF-ഉം LDF-ഉം അവകാശപ്പെടുന്നു. വിജയപ്രതീക്ഷയിൽ BJP-യും. ഞങ്ങൾ ജയിക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് മാത്രമല്ല അവർക്കും മനസ്സിലായിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത്. പോളിംഗ് കുറഞ്ഞതുകൊണ്ട് മാത്രം ഒരു ജയം എന്നുള്ളതല്ല. എന്തായാലും വടകര രാഷ്ട്രീയമായി തന്നെ നല്ല ക്യാമ്പയിൻ ഞങ്ങൾ നടത്തി, ജനങ്ങളത് അംഗീകരിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നു. അതുകൊണ്ട് ജയിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. പാർട്ടി റിവ്യൂ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫുൾ ടെക്സ്റ്റ് വന്നിട്ടില്ല. എങ്കിലും അവർക്കുണ്ടായിരുന്ന ആത്മവിശ്വാസം ഇരട്ടിയായി എന്ന് തന്നെയാണ്. ആശങ്കയ്ക്കൊപ്പം പോളിംഗ് കുറഞ്ഞതിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദവും കൊഴുക്കുകയാണ്. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. എന്നാൽ ഇത് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ തള്ളുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് വൈകിയതിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് അലങ്കോലമാക്കിയെന്നാണ് KC വേണുഗോപാലിന്റെ വിമർശനം. എന്തുകൊണ്ടാണ് ഇത്രയും മെഷീൻ കേടായത്? ഏതെങ്കിലും ഇലക്ഷൻ ഇത്രയും മെഷീൻ കേടാക്കി? വോട്ടർ പട്ടിക ക്ലീൻ അല്ല, അതും ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. ഡബിൾ വോട്ടിംഗ് വരുന്നത്, ഈ മരിച്ചവരുടെ പേര് നീക്കം ചെയ്യാതിരിക്കുന്നത് വളരെ മോശമായിട്ടാണ് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്.
ഇലക്ഷൻ കമ്മീഷൻ ദയനീയമായ പരാജയമായി കേരളത്തിൽ. പോളിംഗുമായി ഉയർന്നു വന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വിശദീകരണം. 95% ബൂത്തിൽ വൈകുന്നേരം 6 മണി 6:30 പോളിംഗ് കഴിഞ്ഞു. ബാക്കി ബൂത്ത്സ് ബൈ 8-9 ഇറ്റ് വാസ് ഓവർ. ജസ്റ്റ് ദീസ് വടക്കരൻ്റെ 8 ബൂത്തിൽ മാത്രമേ ആയിരുന്നു കുറച്ച് ഇഷ്യൂസ്. 3 മണിക്ക് ശേഷം ഈ ബൂത്തുകളിൽ ഒത്തിരി ആൾക്കാർ ഒരു വലിയ ഒരു നമ്പർ വോട്ടേഴ്സ് വന്നു. അതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തത്. അതൊന്ന്. രണ്ടാമത്തെ ഈ വോട്ടിംഗ് മെഷീനിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂസ് പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അനലൈസ് ചെയ്തു. കഴിഞ്ഞ ഇലക്ഷൻ ആവറേജ് ഒരു 5% ഫെയിലിയർ റേറ്റ്. ആത്മവിശ്വാസവും ആരോപണങ്ങളുമായി മുന്നണികൾ തിരഞ്ഞെടുപ്പ് വിലയിരുത്തലാണ്. അടിയൊഴുക്കുകൾ കൂടി ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്ന ഈ തിരഞ്ഞെടുപ്പിൽ പ്രവചനങ്ങളുടെയും പ്രതീക്ഷകളുടെയും ആയുസ് ജൂൺ 4 വരെ മാത്രം. തിരുവനന്തപുരത്ത് നിന്നും MG പ്രതീഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. പ്രവചനം എങ്ങനെ നടത്തിയാലും ജൂൺ 4-ാം തീയതി ഇതൊക്കെ ശരിയാകുമെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. ഇപ്പോഴൊരു വാർത്ത വരുന്നുണ്ട്. കോട്ടയം വെള്ളുപ്പറമ്പിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച ഒരു യുവാവ് മരിച്ചു. നട്ടാശ്ശേരി സ്വദേശി അക്ഷയകുമാറാണ് മരിച്ചത്. 21 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഒപ്പം ഉണ്ടായിരുന്ന പാറമ്പുഴ സ്വദേശി റോസ് മോഹനെ ഗുരുതര പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ബംഗളൂരുവിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളായ ഇരുവരും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് നാട്ടിൽ എത്തിയതായിരുന്നു. ഇന്ന് വൈകുന്നേരം 4:30 മണിയോടെയാണ് ഈ അപകടം നടന്നത്. വലിയ സങ്കടമായിപ്പോയി. എന്തായാലും ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്ന കുട്ടികളും ചെറുപ്പക്കാരും പ്രായമുള്ള ആളുകളും ഒക്കെ തന്നെ കൂടുതൽ ശ്രദ്ധിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. റോഡിൽ പൊലിയുന്ന ജീവിതങ്ങളുടെ എണ്ണം നമുക്ക് കുറച്ചേ പറ്റൂ. ഇലക്ഷൻ തിരക്കൊക്കെ കഴിഞ്ഞല്ലോ. ഇനി മന്ത്രിമാരൊക്കെ ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മളിനി പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് രാജു ഐസൊക്കെ പറയുകയാണ്, SKN 2 മണിക്കൂർ നിന്നിട്ട് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാനും എൻ്റെ കുടുംബവും മടങ്ങിപ്പോന്നു. ഇതുപോലെ മടങ്ങിപ്പോകുന്ന പല ആളുകളും ഉണ്ടായിരുന്നു. എന്നാൽ ഈ മടങ്ങിപ്പോയവരാരും പല ആളുകളും തിരിച്ചു വന്നില്ല എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ കാര്യമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഈ മേടച്ചൂടിന് നടുവിൽ ഒരുപാട് സമയം ക്യൂ നിൽക്കേണ്ടി വന്നൊരു സാഹചര്യം പല ബൂത്തുകളിൽ ഉണ്ടായി. അതുകൊണ്ട് തന്നെ പല ആളുകളും പ്രതിഷേധിച്ച് മടങ്ങിയവരുണ്ട്. ചില ആളുകൾക്ക് ക്ഷമ കെട്ട് മടങ്ങിയവരുണ്ട്. അങ്ങനെ പല കാരണങ്ങളാൽ വോട്ട് ചെയ്യാതെ പോയ ആളുകളുണ്ട്. വീണ്ടും നമ്മൾ അതിലേക്ക് മടങ്ങി വരികയാണ്. 1.5 മാസത്തോളം നീണ്ടുപോയ പ്രചാരണങ്ങൾ നടന്നിട്ടും ദേശീയ നേതാക്കളടക്കം കേരളത്തിലെ കളം നിറഞ്ഞാടിയിട്ടും സംസ്ഥാനത്ത് പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവുണ്ടായി. പോളിംഗ് ശതമാനം കുറയാൻ എന്താണ് കാരണമെന്ന് നമ്മൾ പൊതുജനങ്ങളോടും ചോദിച്ചു. അവർ പ്രതികരിച്ചതൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ പൊതുവെ ആൾക്കാർ വിചാരിക്കുന്നത് മാറി മാറി ഇങ്ങനെ പരീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അവരുടെ ഒരു രീതി. ആൾക്കാർക്ക് പൊളിറ്റിക്സിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. ആൾക്കാർക്ക് ഇപ്പോഴത്തെ സാഹചര്യം വെച്ചുകൊണ്ട് സാധനത്തിൻ്റെ വില കൂടുതലും പെട്രോളിന് വില കൂടുതലും മറ്റും അല്ലാതെ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ മടുത്ത് കാണും. ഓരോ രീതികളുടെ പ്രശ്നം കൊണ്ടായിരിക്കും ഇപ്പം അതിൻ്റെ വോട്ടുകളുടെ ഈ കുറവുകൾ വരാൻ ചാൻസ്. ഈ ആൾക്കാരോടുള്ള ഒരു ഇത് കാരണം നമുക്ക് വോട്ടിടാൻ പോലും, കാരണം ഒരു പാർട്ടിക്കാരെയും ഒരാൾക്കാരെയും നമുക്ക് വിശ്വാസമില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴും നമുക്ക് അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ജനങ്ങൾ ഒരു താല്പര്യമില്ലായ്മയാണ് കണ്ടു വരുന്നത്. പോളിംഗ് ശതമാനം കുറഞ്ഞ കാരണം വെച്ചാൽ ജനങ്ങൾക്ക് ഇവരുടെ കൂടെ ഉള്ള വിശ്വാസങ്ങൾ കുറഞ്ഞു വരുന്നു. ഇതനുസരിച്ച് ആൾക്കാർ ഇപ്പോഴത്തെ പ്രവർത്തികളനുസരിച്ച് ആൾക്കാർ വോട്ട് ചെയ്യാൻ പോവാത്തതാണ്. ഇപ്പം ഭയങ്കര ചൂടായതുകൊണ്ട് ഫിസിക്കലി ഓരോരുത്തർക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവാം. സോ അതും കാരണമാവും. മിനി ബാബു പറയുന്നു പൊതുജനം കഴുതയല്ല സാർ, അതുകൊണ്ടാണ് പോളിംഗ് ശതമാനം കുറഞ്ഞതെന്ന് പറയുന്നത്. എന്ന് നമുക്ക് പറയാൻ കഴിയുമോ മിനി ബാബു? നിർമ്മല ദാസ് പറഞ്ഞു SKN EP ജയരാജൻ ഞെട്ടിച്ചു കളഞ്ഞു. വെറും ആരോപണമായി തീരണേ എന്ന് ആഗ്രഹിക്കുന്നു. അത് താങ്കളുടെ വിശ്വാസം താങ്കളെ രക്ഷിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. മൊയ്തീൻ കുരാച്ചുണ്ട് പറയുന്നത് ഇത്രയെങ്കിലും പോളിംഗ് ശതമാനം നടന്നത് 24-ൻ്റെ ആവേശ പ്രകടനം കൊണ്ടാണ്. ഇന്ന് നമ്മൾ ക്ലെയിം ചെയ്യാൻ പോകുന്നില്ല. ഇനി അങ്ങനെ അവകാശവാദമായിട്ട് ഇറങ്ങിയ ഇത് തള്ളാൻ നിനക്കൊന്നും വേറെ പണിയില്ലേ എന്ന് ചോദിച്ച ആൾക്കാർ ഇറങ്ങിയെന്ന് വരും. അതിലേക്ക് നമ്മൾ മൂക്കുകുത്തി വീഴുന്നില്ല എന്തായാലും. അപ്പോൾ ഇനി ഇന്ന് ശനിയാഴ്ചയാണ്, നിങ്ങൾക്കറിയാം ഏപ്രിൽ 27-ാം തീയതിയാണ്. നിങ്ങൾക്ക് ഒച്ചിഴയുന്ന വേഗത്തെക്കുറിച്ച് അറിയാം. അഥവാ അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നേരിട്ട് കാണാം. തൃശ്ശൂർ വരെ ഒന്ന് പോയാൽ മതി. ആ വേഗത്തിലാണ് ഒരു നിർമ്മാണ പ്രവർത്തനം അവിടെ നടക്കുന്നത്. ഞാൻ പറയുന്നത് കുതിരാൻ തുരങ്കത്തിൻ്റെ അറ്റകുറ്റപ്പണിയെക്കുറിച്ചാണ്. നിർമ്മാണം വൈകുന്നത് മാത്രമല്ല, ദുരിതം അനുഭവിച്ച് യാത്ര ചെയ്യുന്നതിനൊപ്പം നല്ല ടോൾ പിരിവും കൊടുക്കണം അവിടെ. മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയുള്ള സുഖകരമായ യാത്ര, അതിനാണ് നമ്മളെല്ലാവരും ടോൾ നൽകുന്നത്. പക്ഷേ ടോൾ വാങ്ങിയ ശേഷം യാത്ര ദുരിതത്തിലായാലോ? അങ്ങനെ ഒരു സ്ഥിതിയിലാണ് തൃശ്ശൂർ വടക്കഞ്ചേരി ദേശീയപാതയുള്ളത്.
നാളെ നീളെ എന്നതുപോലെ ഇഴഞ്ഞു നീങ്ങുകയാണ് കുതിരാനിലെ നിർമ്മാണ പ്രവൃത്തി. കുതിരാൻ ഇരട്ടത്തുരങ്കങ്ങളിൽ പാലക്കാട് നിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള തുരങ്കത്തിന്റെ ബലപ്പെടുത്തൽ ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രവൃത്തി തുടങ്ങി മാസങ്ങൾ പിന്നിട്ടു. ഇനിയും പദ്ധതി പൂർത്തിയാകണമെങ്കിൽ 2 മാസമെങ്കിലും വേണമെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വാദം. ജൂണിൽ തുരങ്കം ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചു. തുരങ്കത്തിന്റെ മുകൾ ഭാഗത്ത് ഇരുമ്പ് ആർച്ചുകൾ സ്ഥാപിച്ച വെൽഡ് ചെയ്ത കോൺക്രീറ്റിംഗ് നടത്തുന്ന ജോലികളാണ് തുടരുന്നത്. ജനുവരിയിൽ ആരംഭിച്ച പണികളിൽ പകുതി പൂർത്തിയായതായി നിർമ്മാണ കമ്പനി അധികൃതർ അറിയിച്ചു. പാലക്കാട്ട് നിന്ന് തൃശ്ശൂരിലേക്കുള്ള തുരങ്കം പൂർണ്ണമായും അടച്ചു. ഒരു വരിയിലൂടെ വേണം വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങാൻ. ഇതിനാണ് നമ്മളെല്ലാവരും ടോൾ നൽകുന്നത്. ഇതിനിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വർദ്ധിപ്പിച്ച ടോൾ നിരക്ക് പിരിച്ചു തുടങ്ങാനും നീക്കമുണ്ട്. ഏപ്രിൽ 1 മുതൽ നിരക്ക് വർധന നിലവിൽ വന്നെങ്കിലും ഇത് നടപ്പിലാക്കേണ്ടെന്ന് ദേശീയപാത അതോറിറ്റി അറിയിപ്പ് നൽകിയിരുന്നു. തുരങ്കത്തിന്റെ 962 മീറ്റർ ദൂരത്തിൽ പകുതി ഭാഗത്തെ നിർമ്മാണം മുൻപ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ബാക്കി 400 മീറ്ററിലെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു ദിവസം പരമാവധി 9 മീറ്റർ പണികളാണ് പൂർത്തിയാക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന ഭാഗത്തെ തുരങ്കം വഴി മാത്രമാണ് നിലവിൽ വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇത് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. ജൂൺ 1 മുതൽ സ്കൂൾ വാഹനങ്ങൾക്കും ടോൾ നൽകണം. സ്കൂൾ വാഹനങ്ങൾക്കുള്ള സൗജന്യം പിൻവലിക്കുന്നതായി ചൂണ്ടിക്കാട്ടി മാർച്ച് ആദ്യവാരം സ്കൂളുകൾക്ക് കമ്പനി കത്തു നൽകിയിരുന്നു. എന്നാൽ പ്രതിഷേധം ശക്തമായതോടെ അടുത്ത അധ്യയന വർഷം മുതൽ ടോൾ നൽകിയാൽ മതിയെന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. സ്കൂൾ തുറക്കുന്നതോടെ ഉത്തരവ് നടപ്പാക്കാനാണ് നീക്കം. നാളെ നീളെ എന്നതുപോലെ ഇഴഞ്ഞു നീങ്ങുകയാണ് കുതിരാനിലെ നിർമ്മാണ പ്രവർത്തികൾ. ഈ സാഹചര്യത്തിൽ ടോൾ പിരിവിൽ ഇളവ് വരുത്തണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ചെവി കൊടുക്കാൻ പോലും തയ്യാറല്ല ദേശീയപാത അതോറിറ്റിയും മറ്റധികൃതരും. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. സൂരജ് സജി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. കുതിരാൻ തുരങ്കത്തിന്റെ പണി പൂർത്തിയാകാത്ത നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നാട്ടുകാരും യാത്രക്കാരും ഒക്കെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് കുതിരാനിലെ അറ്റകുറ്റപ്പണികൾ കൊണ്ടാണ്. ഈ യാത്രാക്ലേശം കൂടിയെന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ യാത്രാക്ലേശമുള്ള സ്ഥലത്തൂടെ സഞ്ചരിക്കണമെങ്കിൽ നിങ്ങൾ ടോൾ കൂടി കൊടുക്കണം എന്നതാണ്. കഷ്ടമാണിതെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയുന്നത്. നോക്കാം ജനങ്ങളുടെ പ്രതികരണങ്ങൾ കുതിരാനിൽ നിന്ന്. എല്ലാം കൊണ്ട് ശരിയായിട്ടുള്ളൊരു ഏർപ്പാടല്ല അത്. കാരണം കുറേ ഭാഗത്ത് സർവീസ് റോഡുകളൊന്നും ഇപ്പോഴും ശരിയായിട്ടില്ല. എൻ്റെ അറിവിൽ സർവീസ് റോഡും കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് വേണമല്ലോ ടോൾ പിടിക്കാനായിട്ട്. ശരിയല്ല, ഒരു അന്യായമാണ് നടക്കുന്നത്. അതായത് ടോൾ പിരിവ് പണി പൂർത്തിയാക്കാത്ത ഈ റോഡിൽ ടോൾ പിരിക്കുക എന്ന് പറഞ്ഞാലേ ശരിക്കും ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുക തന്നെയാണ്. ഈ ഒരു റോഡിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര കാലം സഹിച്ച് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ കൂടെയൊക്കെ നമ്മൾ പോവുകയുണ്ടായി. ഇപ്പോഴാണ് ഒന്ന് സമാധാനമായിട്ട് യാത്ര ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇതുപോലുള്ള അന്യായങ്ങൾ ചെയ്ത് കൊള്ളയടിക്കുന്ന ഒരു പരിപാടി ഇത് ഉടനെ തന്നെ നിർത്തേണ്ടതാണ്. കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ നിലവിൽ ചെയ്യണത് മോശമാണ് കാര്യങ്ങൾ. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ടോൾ പിരിക്കുന്നതാണ് നല്ലത്. വർക്ക് ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുക ആണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. അടിവസ്ത്രത്തിൽ സ്വർണം ഒളിപ്പിച്ച് കടത്തിയ ആൾ പിടിയിലായി. ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയ യാത്രക്കാരിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. ഏതാണ്ട് 1,05,00,000 രൂപ വില വരുന്ന സ്വർണം ഇയാളിൽ നിന്ന് പിടികൂടി. യാത്രക്കാരനെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തുവെന്നും വാർത്തയുണ്ട്. അടിവസ്ത്രത്തിൽ പ്രത്യേക പോക്കറ്റ് ഉണ്ടാക്കിയാണ് ഈ മനുഷ്യൻ സ്വർണം കടത്താൻ ശ്രമിച്ചത്. വിശദമായി കസ്റ്റംസ് കാര്യങ്ങൾ അന്വേഷിച്ചു വരുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ അപകടത്തിൻ്റെ വാർത്തയിലേക്ക്. കോട്ടയം വെള്ളുപ്പറമ്പിൽ വാഹനാപകടം. ആ വാർത്ത നിങ്ങൾ കേട്ടു. നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ചാണ് വിദ്യാർത്ഥിക്ക് ഒരു ദാരുണ അന്ത്യമുണ്ടായത്. നട്ടാശ്ശേരിയിലെ അക്ഷയകുമാറാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന പാറമ്പുഴയിലെ റോസ് മോഹനെ ഗുരുതരമായ പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവരും ബാംഗ്ലൂരിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നു. ടോബി, വിശദാംശങ്ങൾ. നിർഭാഗ്യകരമായി പോയി, പറയൂ. തീർച്ചയായിട്ടും നിർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് ഉണ്ടായത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ അപകടം നടക്കുന്നത്. അല്പം വേഗത്തിലായിരുന്നു ഈ ബൈക്ക് വന്നത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ആ പ്രദേശത്ത് നിന്ന് ലഭിക്കുന്നത്. തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് സമീപത്തെ വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ ഈ 2 വിദ്യാർത്ഥികളെയും ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അക്ഷയകുമാർ മരിച്ചു എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മറ്റ് പരിക്കേറ്റ റോസ് എന്ന്
പറയുന്ന വിദ്യാർത്ഥിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ചികിത്സയിലാണ് ഉള്ളത് എന്നുള്ള വിവരമാണ്. രണ്ടുപേർക്കും 20ഉം 21ഉം വയസ്സാണ് ഉള്ളത്. ഇവർ ബാംഗ്ലൂരുവിൽ നഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെന്നുള്ള വിവരവുമുണ്ട്. എന്തായാലും പോലീസ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. SK. ഓക്കെ, താങ്ക് യു വിജയൻ. SK ഇടതുഭാഗത്തേക്ക് ഒരു ചായ കൊണ്ടു 24 ഒരു ഭാഗത്തോട്ടും ചായുന്നില്ല വിജയൻ. നമ്മൾ ഇടതുമില്ല വലത്തുമില്ല, നമ്മൾ നേരെ പോകണം എന്നാണ് നമ്മുടെ ആഗ്രഹം. പൊതുജനം കഴുതയല്ല സാർ എന്ന വാർത്താധിഷ്ഠിത പരിപാടി പൊതുജനങ്ങളുടെ പ്രതികരണ വേദി തുടരുകയാണ്. സജീവ് മാങ്കോട് പറയുന്നു, ഒരു ഇലക്ഷൻ ക്ഷീണം SKൻ്റെ മുഖത്ത് നിഴലിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2-2.5 മാസത്തോളം ഓടി നടന്ന സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? സജീവ് മാങ്കോടെ ഈ ഇലക്ഷൻ ഫാറ്റീഗ് അഥവാ തെരഞ്ഞെടുപ്പ് ക്ഷീണം എന്ന് പറയുന്നത് നമ്മുടെ വോട്ടേഴ്സിനും ഉണ്ട്, ജനങ്ങൾക്കും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് നമുക്കൊരു വിഷയമല്ല കേട്ടോ. ഇത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കടക്കില്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയിലേക്ക്, അതിരപ്പള്ളിയിൽ വനം വകുപ്പിൻ്റെ ജംഗിൾ സവാരി സംഘത്തിന് നേരെ കാട്ടാന പാഞ്ഞെടുത്തു. തൃപ്രയാർ സ്വദേശി കൃഷ്ണപ്രസാദ് അടക്കം 6 പേരായിരുന്നു സംഘത്തിൽ ഉണ്ടായിരുന്നത്. കാട്ടാന പാഞ്ഞെടുക്കുന്നതിൻ്റെ ദൃശ്യം 24-ന് കിട്ടി. ആ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. പാഞ്ഞു വരുന്ന കണ്ടില്ലേ അവൻ, കിടിലൻ കേസാണ്. തൃശ്ശൂരിൽ നിന്ന് സൂര്യ സജി നമുക്കൊപ്പം ചേരുന്നു. സൂര്യ സജി, പറയൂ വിശദാംശങ്ങൾ. വനം വകുപ്പിന്റെ സാഹസിക ടൂറിസത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന ജംഗിൾ സഫാരി സംഘത്തിന് നേരെയാണ് ഇത്തരത്തിൽ ഈ കാട്ടാന പാഞ്ഞെടുക്കുന്നത്. ഇന്ന് രാവിലെ ആനക്കലിന് സമീപത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ സംഘത്തിനൊപ്പം തന്നെ, അതായത് 6 അംഗ സംഘത്തിനൊപ്പം തന്നെ ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും വാച്ചറും ഉണ്ടായിരുന്നു. ഇവർ പോകുന്ന സമയത്ത് ഒരു കുട്ടിയാനെ അടക്കം 4 ആനക്കൂട്ടം അരികിൽ നിൽക്കുന്ന ഈ വാച്ചറുടെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നീട് ഈ വാഹനം നിർത്തി സംശയം തോന്നിയ വാച്ചർ, ആ സമയത്താണ് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ആന ഈ ജീപ്പിന്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ആനയെ കണ്ട് പിടിച്ചിട്ടാണോ എന്ന് അറിയില്ല, പെട്ടെന്ന് ശബ്ദം ഒന്ന് ഡിസ്കണക്റ്റഡ് ആയിട്ടുണ്ട്. വീണ്ടും ചേരാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. സൂരജ് സജി, തുടരൂ. ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ സംഘം സഞ്ചരിക്കുന്നതിനിടയിൽ ഈ കാട്ടാനക്കൂട്ടം, ഒരു 4 അംഗ കാട്ടാനക്കൂട്ടം സമീപത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതിലൊരു കാട്ടാനക്കൂട്ടമാണ് ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നത്. ഈ സമയത്ത് വാച്ചറുടെ ഭാഗത്തു നിന്നുണ്ടായ സംയോജിത ഇടപെടൽ ഈ ജീപ്പ് പുറകോട്ടെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ സംഘം ഈ കാട്ടാനയുടെ രക്ഷപ്പെടുന്നത്. എന്തായാലും ഈ സാഹസിക ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി അതിരപ്പള്ളിയിലെ ടൂറിസം ഗ്രൂപ്പിലാണ് ഈ വീഡിയോ ഈ സംഘം തന്നെ പങ്കുവച്ചത്. എന്തായാലും ഇവരുമായി സംഘത്തിലുള്ളവരുമായി സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് നല്ലൊരു അനുഭവം എന്ന നിലയ്ക്കാണ് അവർ പറയുന്നത്. എന്തായാലും ഈ സാഹസിക ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ജംഗിൾ സഫാരിക്ക് നേരെയാണ് ഇപ്പോൾ ഈ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. എന്തായാലും ഈ യാത്രയൊക്കെ ചെയ്യുന്നവർ, പ്രത്യേകിച്ച് വനമേഖലയ്ക്ക് അടുത്തുകൂടിയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. കുടിവെള്ളമില്ലാത്തതുകൊണ്ട് കാട്ടുമൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കുന്നു. സുരേഷ് ട്രിവാൻഡ്രം പറയുന്നു, SK താങ്കൾ ഇടതും വലതും നോക്കാതെ നേരെ പോകുന്നത് കൊണ്ടാണ് 24 ഞങ്ങൾ കാണുന്നത്. എൻ്റെ കാര്യം കൊണ്ട് പറയല്ല, നമ്മുടെ ടീമെല്ലാം തന്നെ ഈ രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്നും അധികാര കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ തന്നെ ഔദാര്യങ്ങളൊന്നും പറ്റാതെ നമ്മൾ നിഷ്പക്ഷമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരറിയുക. നമ്മൾ ഒരു പോസിറ്റീവ് ന്യൂട്രലിസം എന്ന് പേരിട്ടിരിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എല്ലാറ്റിനെയും നെഗറ്റീവായി കാണുന്ന ഒരു ചിന്താഗതിയും ചാനലിൽ ഇല്ല. ഇനി ഞാൻ ചൂടിലേക്കാണ് വരുന്നത്. മേട ചൂടിൽ കത്തി എരിയുകയാണ് കേരളം. ഇപ്പോൾ പാലക്കാടിൻ്റെ ചൂടിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. റെക്കോർഡ് ചൂടാണ് ജില്ലയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. പലയിടങ്ങളിലും കത്തിക്കാളുകയാണ്. ഈ പെരും ചൂടുകാലത്ത് വൈദ്യുതി ഇല്ലാത്ത, വെള്ളമില്ലാത്ത, ശുചിമുറികളില്ലാത്ത വീടുകളിലൊക്കെ താമസിക്കുന്ന ആളുകളെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പാലക്കാട്ടുകാരോടല്ല എൻ്റെ ഈ ചോദ്യം, മറ്റുള്ള ജില്ലകളിൽ താമസിക്കുന്ന ആളുകളോടാണ്. എന്നാൽ കാലങ്ങളായി അങ്ങനെ കഴിയുന്ന 40ഓളം കുടുംബങ്ങളുണ്ട്, ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടു. അധികം ദൂരെയൊന്നുമല്ല കേട്ടോ. പാലക്കാട് കല്ലേപ്പുള്ളിയിലാണ് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ വഴിയോരത്ത് കുടുംബങ്ങൾ കുടിൽ കെട്ടി ഈ മേടച്ചൂടിന് കീഴിൽ താമസിക്കുന്നത്. 9, 10, 11, 12, 13, 14, 20, 22. ഇങ്ങനെ ഇരുട്ടത്തിരുന്നാണ് എന്നും കുട്ടികളുടെ പഠനം. പാലക്കാട്ടെ കൊടും ചൂടത്ത് ഫാനോ വെള്ളമോ ഇല്ലാത്ത അവസ്ഥ. ചിന്തിക്കാൻ പോലും പ്രയാസം. രാവിലെ ഏറെ ദൂരം നടന്നു വേണം പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ. ചെറിയ കുട്ടികളെ അടക്കം കൊണ്ട് ഇത്രയും ദൂരം നടന്നുപോയി വരണം. എത്ര ചൂട് കൂടിയാലും വീടിന് പുറത്തിറങ്ങി നിൽക്കുക മാത്രം ചെയ്യാം. ഫാൻ ഒരു വിദൂര സ്വപ്നം മാത്രമാണ് ഇവർക്ക്.
ഇവിടെ അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്, ബാത്റൂമിൻ്റെ ബുദ്ധിമുട്ട്. രാവിലെ എണീച്ചാൽ അത്രയും ദൂരം പോയിട്ട് വരേണ്ടത്. ഞങ്ങൾക്ക് ചെറിയ കുട്ടികളെ വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പോകാൻ പറ്റുമോ? കറണ്ടും ഇല്ല, ചെറിയ കുട്ടികളെ വെച്ചിട്ട് കാറ്റും ഇല്ലാണ്ട് ഒന്നും ഇല്ലാണ്ട് അങ്ങനെ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഞങ്ങൾ കുട്ടികളെ വെച്ചിട്ട് വളരെ പ്രശ്നത്തിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. ഞങ്ങൾ രാവിലെ വൈകുന്നേരം പോയി ചോദിച്ചാൽ അവർ പറയും എല്ലാം ചെയ്തു തരാം പറയും. പക്ഷെ ഒന്നും ചെയ്യുന്നതൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം ഇവിടുത്തെ കുടുംബങ്ങൾക്ക് വാഗ്ദാനങ്ങളുമായി പലരും കാണാനെത്തി. ഒന്നും നടക്കില്ലെന്ന് ഇവർക്ക് തന്നെ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കല്ലേപ്പള്ളി ചേരിൽ വന്നിട്ട് നമുക്ക് സ്ഥലം വാങ്ങിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി വന്നിട്ട് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ നമുക്ക് പൈപ്പ് ലൈനൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ട് വന്നിട്ടില്ല. നമുക്ക് ചേരിയിൽ വന്ന് ആരും നോക്കുന്നില്ല. വോട്ട് ലിസ്റ്റ് മാത്രം പറഞ്ഞില്ലേ, പിന്നെ അതിനും കാര്യങ്ങൾ വന്ന് നോക്കുന്നില്ല. നമുക്ക് റോഡ് സൈഡിൽ ഇപ്പോൾ കുട്ടിമക്കളൊക്കെ റോഡ് സൈഡിൽ പോയി കൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടിക്കാർ അവിടെ അടിച്ചു മറിച്ചാൽ നമുക്ക് അറിയില്ല. കുട്ടികൾ ഞങ്ങൾ പണിക്കാരാണ്, ഞങ്ങൾ കൂലിപ്പണി ചെയ്യുന്നവരാണ്. റോഡ് സൈഡ് കുട്ടിമക്കൾ ഈ പച്ചക്കുടികൾ റോഡ് സൈഡിൽ പോകുമ്പോൾ എങ്ങനെ അറിയില്ല. മെമ്പർമാരൊക്കെ വന്നിട്ട് നല്ല നോക്കിയിട്ട് പോയിട്ട് എടുത്തിട്ടുണ്ട്. കാരണം മാത്രം എടുത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഒന്നും കാര്യം ഞങ്ങൾ നടത്തിയിട്ടില്ല. ഒരു ഭൂമി, ഒരു വീട് എന്നീ പ്രാഥമിക ആവശ്യങ്ങൾക്കായി ഇവർ കയറിയിറങ്ങാത്ത സർക്കാർ ഓഫീസുകളില്ല. അപ്പോഴും നിയമത്തിന്റെ നൂലാമാലകൾ തടസ്സം. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും തങ്ങളെ അധികൃതർ പരിഗണിക്കുമെന്ന പ്രതീക്ഷ കോളനി നിവാസികൾക്കുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ആ പ്രതീക്ഷയും ഇല്ലാതെയായി. പിന്നെ വാഗ്ദാനങ്ങൾ, അത് കുറെ കേട്ടുമടുത്തവരാണ് ഇവർ. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. വോട്ടെടുപ്പ് ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്രയധികം നീണ്ടുപോയ കാലയളവിൽ വാഗ്ദാനങ്ങളുടെ പെരുമഴയുമായി എത്രയോ ആളുകൾ വീട് കയറി വന്നു. എന്നാൽ കാലങ്ങളായി ഈ വാഗ്ദാനങ്ങൾ കേൾക്കുന്നതുകൊണ്ട് കല്ലേപ്പുള്ളിക്കാർക്ക് ഇത്തരം വാഗ്ദാനങ്ങളിൽ വലിയ വിശ്വാസമില്ല. കാരണം വാഗ്ദാനങ്ങൾ വരും പോകും, അവരുടെ ജീവിതം പിന്നെയും ഇങ്ങനെ ദുസ്സഹമായി ബാക്കിയാകും. കാണാം നമുക്ക് ചില നാട്ടുകാരുടെ പ്രതികരണങ്ങൾ. ഒരു വെള്ളത്തിനോ അല്ല കുട്ടികൾ പഠിക്കാനോ ഒരു കറണ്ട് ഇല്ല. വീട്ടിൽ കറണ്ട് ഇല്ലാണ്ട് കുറേ കുട്ടികൾ വെളി റോട്ടിൽ നിന്ന് പഠിക്കണം. ഈ വിളക്ക് വെച്ചിട്ടാണ് പഠിക്കുന്നത് കുട്ടികൾ. കുറേ കുട്ടികൾ ഇതുപോലെ ഉണ്ട്. അത് ഈ ചൂടത്ത് കാറ്റില്ലാണ്ട് ആ കുട്ടികൾ എത്ര കഷ്ടപ്പെടുന്നുണ്ട്, എത്ര ബുദ്ധിമുട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പറയാം, വേറെ ഒന്നുമില്ല. അങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ചെറിയ കുഞ്ഞു വിട്ടിട്ട് പണിക്ക് പോകണം. ഞങ്ങൾ പണിക്ക് പോയിട്ട് വരുമ്പോൾ സമയമാകും, വൈകും. റോഡ് സൈഡിരിക്കുമ്പോൾ ആൾക്കാരില്ല അവിടെ. അപ്പോൾ ബാത്റൂം ഇല്ല, കറണ്ട് ഇല്ല, വീട് അത്രയ്ക്ക് ഇതില്ല. ഓട്ടിനൊക്കെ വരില്ലോ. പിന്നെ ഓട്ടൊക്കെ കഴിഞ്ഞ പിന്നെ யாரும் വന്നിട്ട് സംസാരിക്കില്ല, എടുക്കില്ല, അത്രയാണ്. ചില പ്രേക്ഷകർ സന്തോഷം പ്രകടിപ്പിക്കുന്നത് പൊതുജനം കഴുതിയല്ല സാർ എന്ന് ഈ പരിപാടി മടങ്ങി വന്നതിൽ. അതേപോലെ അവർ ചോദിക്കുന്നു നമ്മുടെ അവതാരപ്പുലികളും വരുമ്പോൾ. തീർച്ചയായിട്ടും അവതാരപ്പുലികൾ നിർത്തിയിട്ടൊന്നുമില്ല. ഏത് സമയം വേണമെങ്കിലും നമുക്കത് തുടങ്ങാവുന്നേ ഉള്ളൂ. കാര്യം പുലികൾ ഇവിടെ തന്നെ ഈ മടയിലുണ്ടല്ലോ. അപ്പോൾ വിളിച്ചുണർത്തിയാൽ മതി, കൂടിങ്ങ് പോരും. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് ഇത്രയും ഇങ്ങനെ ഈ കുടുംബങ്ങളൊക്കെ ഇത്രയും ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ പറയാനുള്ള കാര്യം, ഈ കേരളത്തിലെ എല്ലാറ്റിലും രാഷ്ട്രീയം കാണുന്ന ആളുകളാണ്. കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും പോലും രാഷ്ട്രീയം കുത്തിക്കലർത്തുന്ന ആളുകളുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഈ നാടിൻ്റെ നന്മയെ കരുതി നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ വരുമ്പോൾ ഭരണപക്ഷം പ്രതിപക്ഷത്തെ കൂടി സഹകരിപ്പിക്കുക. പ്രതിപക്ഷവും ഭരണപക്ഷവും ചില കാര്യങ്ങളിലെങ്കിലും ഒന്നിച്ചു പോകുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിൽ മാത്രം ലക്ഷ്യം നിറവേറ്റി കാലം കഴിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പുതിയ വളർന്നു വരുന്ന ജനതയ്ക്ക് ഈ രാഷ്ട്രീയ രംഗത്തോട് തന്നെ മതിപ്പ് കുറയും, താല്പര്യം കുറയും എന്നുള്ളതാണ്. വിവാദങ്ങൾ കൂടുപൊട്ടി വരുമ്പോൾ അല്ലെങ്കിൽ കൂണുപോലെ മുളച്ചു വരുമ്പോൾ അവർക്ക് ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് തന്നെ താല്പര്യങ്ങൾ കുറയും. ഇത് ഇയാൾ പറയാൻ ആരാ എന്ന് നിങ്ങൾ ചോദിച്ചു കളയരുത്. ഈ രണ്ട് പക്ഷവും ഒന്നിച്ചു പോകണം നാടിൻ്റെ വികസന കാര്യത്തിൽ. ഇങ്ങനെയുള്ള ഈ പാലക്കാട് കല്ലേപ്പുള്ളിയിലെ ഈ പ്രശ്നമൊക്കെ നമ്മൾ ഒന്നിച്ചു നിന്നാൽ തീരാവുന്നതല്ലേ ഉള്ളൂ. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സംസ്ഥാനത്ത് 3 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച പാലക്കാട്ട് നിന്ന് 41.8 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ചൂട്. കൊല്ലം, തൃശ്ശൂർ, പാലക്കാട് ഈ 3 ജില്ലകളിലും ഇന്നും നാളെയും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കാലാവസ്ഥാ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, തൃശ്ശൂർ ജില്ലകളിൽ 40 ഡിഗ്രി വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഒരുപാട് ജാഗ്രതകൾ നമ്മുടെ ആളുകൾ പാലിക്കണം. കാര്യം ഉഷ്ണതരംഗം നമ്മളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചെന്ന് വരും. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. നിഖിൽ, പറയൂ. ഗുഡ് ഈവനിങ്. ഇന്നിപ്പോൾ ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസമായി ഉഷ്ണതരംഗം, ഇന്നലെ രാത്രിയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അത് സ്ഥിരീകരിക്കുന്നത്. പാലക്കാട് നോക്കൂ, ഈ സമയമായിട്ടും ഇപ്പോൾ സമയം 7:31 SKN, എന്നാൽ പോലും നമുക്കൊരു ആശ്വാസം കിട്ടുന്നില്ല. ഇന്ന് നമ്മുടെ ശ്യാം സുന്ദറിൻ്റെ, നമ്മുടെ ഫിനാൻസിലുള്ള ശ്യാം സുന്ദറിൻ്റെ റിസപ്ഷനായിരുന്നു. കൊച്ചിയിൽ നിന്ന് ഒരുപാട് ആളുകൾ വന്നിരുന്നു. അവരൊക്കെ പറയുന്നത് സഹിക്കാൻ വയ്യല്ലോ ചങ്ങാതി നിൻ്റെ നാട്ടിലെ ചൂട് എന്നാണ്.
കൊച്ചിയിലൊന്നും ഇല്ലാത്ത വളരെയധികം ചൂടാണ് നമുക്കിവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 3 ജില്ലയിലാണ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കൊല്ലത്തും അടക്കം തന്നെ തൃശ്ശൂരിലും പിന്നെ പാലക്കാടുമാണ്. പാലക്കാട് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ആളുകൾക്ക് സഹിക്കാൻ പറ്റാത്ത സാഹചര്യം. ഏറ്റവും ഒടുവിലത്തെ ഒരു അപ്ഡേറ്റ് കാലാവസ്ഥാ വകുപ്പിൻ്റെതായി പുറത്തു വരുന്നത് ഇങ്ങനെയാണ്. ഔദ്യോഗികമായി സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന 2ാമത്തെ ചൂട് ഇന്ന് പാലക്കാട് രേഖപ്പെടുത്തുകയാണ്. 41.8. ഇത് റെക്കോർഡ് ചൂടാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ഒരു 7 മണിയൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ ആളുകൾക്ക് ഈ കൊടും ചൂട് കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ, അതൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് കുറച്ച് ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. എങ്ങനെയുണ്ട് ഇക്ക ചൂട്? ഇപ്പൊ തന്നെ നിങ്ങൾ വേർത്തിട്ടിരിക്കുക. അത് അതിഭയങ്കരം തന്നെയാണ്. സഹിക്കാൻ പറ്റുന്നില്ല. സഹിക്കാൻ പറ്റില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുക മഴയ്ക്ക് വേണ്ടിയിട്ട്, വേറെ വഴിയില്ല. ചൂട് എങ്ങനെയുണ്ട് ചേട്ടാ? നല്ല ചൂട് തന്നെയാണ്. പാലക്കാട്ടുകാരൻ തന്നെയാണോ? പാലക്കാടുകാരൻ തന്നെയാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ്. ഇത് പറയുന്നത് 41 അല്ല, 43, 44 കണ്ടു തോന്നുന്നു. അത് പല ഭാഗങ്ങളിലായിട്ട് കൂടുതലാണ്. പാലത്തൂർ ഭാഗത്തൊക്കെ വളരെയധികം കൂടുതലാണെന്ന് തോന്നുന്നു. അതെ അതെ അതെ. ഇത് ടെനന്റീവായിട്ട് സർക്കാർ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. എങ്ങനെ ഞങ്ങൾ ഇതിനെ പ്രതിരോധിക്കുന്നത്? ഭയങ്കര മോശം തന്നെയാണ്. വെള്ളം അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെയാണോ? വെള്ളം, മോര് ഒക്കെ അങ്ങനെ പ്രിവെൻഷൻ. പാലക്കാട്ടുകാർ സാധാരണ SKN ഒരു ചെറിയ ചൂടൊക്കെ ആണെങ്കിൽ ഇത് എന്ത് ചൂടാന്നാണ് പറയാ. പക്ഷെ ഇപ്പൊ അവർക്ക് അത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. എന്താ നിങ്ങളെ സ്ഥിതി? നിങ്ങളൊക്കെ പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ? നമ്മളൊരു 10 മണി കഴിഞ്ഞാൽ പുറത്ത് പോകുന്നില്ല. പോകുന്നില്ല. പിന്നെ 4 മണി കഴിഞ്ഞിട്ടൊക്കെ പോകുന്നുള്ളൂ. SKN പൊതുവെ ഇപ്പോൾ ഈ ജില്ലാ ഭരണകൂടങ്ങൾ തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് 12 മണി മുതൽ 11 മണി മുതൽ 3 മണി വരെ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ പരമാവധി അവരുടെ ജോലി ഒഴിവാക്കണം എന്നുള്ളതാണ്. കാരണം ഈ ഉഷ്ണതരംഗ സാധ്യത, സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. 2 പേരാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ജില്ലയിൽ മരിച്ചത് എന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ പരമാവധി ഈ പകൽ സമയത്ത് ജോലി ചെയ്യാം. പക്ഷേ നമുക്ക് സാധാരണക്കാരായ ആളുകളോട് അത് പറഞ്ഞ് അവരെ മാറ്റി നിർത്താൻ പറ്റില്ല. അവർക്ക് അവരെ ജോലി ചെയ്താലേ അവർക്ക് അവരുടെ ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. എന്തായാലും 28 വരെ ഇത് തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിനുശേഷം എന്തെന്നറിയില്ല. എന്തായാലും പാലക്കാട്ടുകാർ ഒന്നടങ്കം ഒരു മഴ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് SKN. അത് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കാരണം നമ്മൾ ഫീൽഡിലാണല്ലോ. താങ്ക് യു നിഖിൽ പ്രമേഷ്. ഞാനും താങ്കളും അങ്ങനെ ആഗ്രഹിക്കുന്നു. കാലാവസ്ഥ കൂടി ആഗ്രഹിക്കട്ടെ. അപ്പോൾ കടുത്ത ചൂടാണ്. എല്ലാ മുൻകരുതലും നമ്മൾ എടുക്കണം. കൊല്ലം, തൃശ്ശൂർ, പാലക്കാട് ഈ 3 ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. കൊല്ലം ജില്ലയിലെ പുനലൂരിൽ കടുത്ത ചൂട് രേഖപ്പെടുന്നു. മലപ്പുറം ജില്ലയിലൊക്കെ നല്ല ചൂടായിരുന്നു എന്നൊക്കെ പ്രേക്ഷകർ എഴുതുന്നുണ്ട്. മിക്ക ജില്ലകളിലും കനത്ത ചൂടാണ്. പക്ഷേ ഈ ചൂടിൻ്റെയൊക്കെ അതിരുവിട്ട ചൂടാണ് ഈ പറയുന്ന 3 ജില്ലകളിൽ ഇപ്പോൾ. പി ജയചന്ദ്രൻ പാടിയൊരു പാട്ടുണ്ട്, വയലാർ എഴുതിയൊരു പാട്ടാണ്. പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ. കൊല്ലങ്ങൾക്കും എഴുതുക നീലഗിരിയുടെ സഖികൾ എന്ന പാട്ടിലെ വരികളാണിത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അത് മലയാളി മറക്കാൻ കഴിയില്ല. അഥവാ മറക്കാൻ ശ്രമിച്ചാലും മറക്കാതിരിക്കാൻ പറ്റിയ ചില സാധനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞാനിപ്പോൾ എന്തിനാണ് ഈ പാട്ടിനെക്കുറിച്ച് പറയുന്നത്? ഇത് നിങ്ങൾ ചിലരെങ്കിലും ആലോചിച്ചിട്ടുണ്ടാകും. ഒരു കാര്യമുണ്ടെന്നേ, 2016 പണികളെല്ലാം തീർന്നു കഴിഞ്ഞിട്ടും പ്രവർത്തന സജ്ജമാകാത്ത ഒരു വൃദ്ധസദനമുണ്ട് വയനാട്ടിൽ. 7 കൊല്ലം പിന്നിട്ടു, ആർക്കും പ്രയോജനമില്ല. അങ്ങനെ തുടരുകയാണ്. കാടുമൂടി നശിക്കുന്ന ഈ കെട്ടിടം സംരക്ഷിക്കാനോ പ്രയോജനപ്പെടുത്താനോ ആരും തയ്യാറാകുന്നില്ല. അപ്പോൾ നമ്മൾ നീലഗിരിയുടെ സഖികളെ എന്നുള്ള പാട്ട് ഓർമ്മിച്ച് പോകും. 2016 നിർമ്മിച്ച ഓൾഡ് ഏജ് ഹോം 8 വർഷമാകുമ്പോഴേക്കും ഈ കെട്ടിടത്തിന് പ്രായമായിരിക്കുന്നു. ആരും നോക്കാനില്ല, ഒന്നും പറയാനുമില്ല. വള്ളിപ്പടർപ്പുകൾ കയറിയ കെട്ടിടം ഇങ്ങനെ നോക്കുകുത്തിയായി കിടക്കുകയാണ്. വയനാട് കൽപ്പറ്റ നഗരസഭയിലെ മണിയൻകോട് വൃന്ദാവൻ നഗർ റോഡ് എത്തുന്നത് ഈ കെട്ടിടത്തിലേക്ക്. പുറത്ത് ഒരു കിണറുണ്ട്, അതും കാടുമൂടി. 2015 നിർമ്മാണം തുടങ്ങിയത്. MP ആയിരുന്ന P രാജീവിൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 31 ലക്ഷം രൂപ ചിലവഴിച്ചായിരുന്നു നിർമ്മാണം. 2016 പൂർത്തിയായി. ഓൾഡ് ഏജ് ഹോം എന്ന എഴുത്ത് ചുമരിന് മുകളിലുണ്ട്. പക്ഷേ ഇന്നും ഒരാളെപ്പോലും പാർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കോവിഡ് കാലത്ത് പോലും പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. കെട്ടിടം ഈ വിധം നാശം കാത്തു കിടക്കുന്നു. ആ കെട്ടിടം പൂർണ്ണമായി നിർമ്മിച്ചു എന്നല്ലാതെ അവിടേക്ക് വേണ്ട വൈദ്യുതി, അതുപോലെ തന്നെ വെള്ളം, ഇത്തരം സൗകര്യങ്ങളൊന്നും ഒരുക്കാതെ അങ്ങനെ അലസമായി ഇട്ടിരിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ആ കെട്ടിടവുമായി ബന്ധപ്പെട്ടത്. ഞങ്ങളിതായിട്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലായിട്ട് അധികൃതരോട് പരാതിപ്പെട്ടിട്ടും തുടർ നടപടികളൊന്നും സ്വീകരിക്കാൻ ഈ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല ഇതുവരെ.
ചില സാങ്കേതിക നടപടിക്രമങ്ങൾ ബാക്കിയുണ്ടെന്നും അതാണ് പ്രവർത്തനം തുടങ്ങാൻ കാലതാമസം നേരിടുന്നതെന്നും മുൻ MLA CK ശശീന്ദ്രൻ പ്രതികരിച്ചു. പ്രവർത്തനാനുമതി വൈകാതെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി. കെട്ടിടം നാശത്തിന് വിട്ടുകൊടുക്കാതെ പ്രയോജനപ്പെടുത്താനുള്ള നീക്കം വേഗത്തിലാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഒരാൾക്കും ഒരു ഉപകാരവുമില്ലാതെ ഒരു കെട്ടിടം ഇങ്ങനെ കാടുപിടിച്ച് നശിക്കുകയാണ്. ഇതിനുവേണ്ടി ചിലവഴിച്ചതാകട്ടെ പൊതുഖജനാവിൽ നിന്നും ലക്ഷങ്ങൾ. ആര് സമാധാനം പറയും? അധികാരികൾ കണ്ണു തുറക്കുമോ? മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ശരിക്കും ആലോചിച്ച് നോക്കി, ഇതിൻ്റെ പണി പൂർത്തിയായിട്ട് 7 കൊല്ലം കഴിഞ്ഞു. എന്നിട്ട് ഈ കെട്ടിടം കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? പ്രയോജനമൊട്ടും ഇല്ല. ഇത്രയും തുക ചെലവാക്കി കെട്ടിടം നിർമ്മിച്ചത് എന്തിനാണെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ചില പ്രതികരണങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളൊരു കെട്ടിടം അവിടെ സ്ഥാപിച്ചതെന്നത് പോലും ഇതിൻ്റെ അധികൃതർക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു ഈ കെട്ടിടം പണിതതിനേക്കാളും താല്പര്യം ഈ കെട്ടിടം പണിയുന്നതിലൂടെ എന്തെങ്കിലും ലാഭം അതുമായിട്ട് സംഘടിപ്പിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിന് വേണ്ടി മാത്രം, വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൊരു കെട്ടിടമായിട്ടാണ് ഈ വൃദ്ധസദനത്തിനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് മനുഷ്യന്മാർക്ക് ആർക്കും തന്നെ ഉപകാരമില്ലാത്ത രീതിയിലായിരിക്കുന്നത് അവിടെ. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പം അവിടെ പെരുമ്പാമ്പുകളും പന്നികൾ ശല്യമാണ് ആ ഭാഗത്ത്. ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല ഈ ബിൽഡിങ്ങിനെ കൊണ്ട് തന്നെ. അങ്ങനത്തെ ഒരു മോശമായ രീതിയിലായിരിക്കുന്നത്. കല്ലുടിയന്മാർ ശല്യം അവിടെ അയച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ബിൽഡിംഗ് കാരണമാണ്. അതുകൊണ്ട് എന്തായാലും ഒരു നടപടിക്രമം ഉണ്ടാവണമെന്നാണ് നമ്മളൊരു പ്രത്യേകം ആവശ്യിക്കുന്നത്. അയൽവാസികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ. കഴിയുന്ന മനുഷ്യർക്ക് ഉപകാരപ്രദമായ രീതിയിൽ നടത്തണമെന്നാണ് പറയുന്നത്. സുലൈമാൻ അബ്ദുൽ ഖാദർ പറയുന്നത് പാലക്കാട്ടെ ചൂടൊക്കെ അടിച്ച് നിഖിൽ പ്രമേശ് കറുത്തുപോയി എന്നാണ് പറയുന്നത്. അയ്യോ, നിങ്ങൾക്കറിയില്ല, കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നമ്മുടെ ഈ 24 ടീം അംഗങ്ങൾ, 24 ആർമി എന്ന് ഞാൻ സന്തോഷത്തോടെ വിശേഷിപ്പിക്കുന്ന ഈ ആർമി ഫീൽഡിലായിരുന്നു കൂടുതൽ സമയവും. ഈ ചൂടിന് കീഴിൽ അവർ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒറ്റ ലക്ഷ്യം വെച്ച് അതിൻ്റെ എല്ലാ ദൃശ്യങ്ങളും അതിൻ്റെ പൊലിമയോടെ പെരുമയോടെ പ്രേക്ഷകരിൽ എത്തിക്കാൻ വേണ്ടി ചൂടൊക്കെ തൃണവൽഗണിച്ചു, അവഗണിച്ചു. അതുകൊണ്ട് കുറേ പേരൊക്കെ കറുത്തു. നമ്മുടെ റൂബി മാത്യു പറയുന്നത്, SK ഞങ്ങൾ ഈ വീട്ടമ്മമാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. SK പറഞ്ഞത് ശരിയാണ്. രാഷ്ട്രീയ മനുഷ്യർക്ക് വേണ്ടിയാകണം, അല്ലാതെ രാഷ്ട്രീയത്തിന് വേണ്ടി ആകരുത് മനുഷ്യർ. റൂബി മാത്യു ആണ് ഈ അഭിപ്രായം രേഖപ്പെടുന്നത്. ഞാൻ പറഞ്ഞതല്ല, കക്ഷി രാഷ്ട്രീയ തർക്കങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കും, അതൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ പൊതുപ്രശ്നങ്ങളിലും ഈ കക്ഷി രാഷ്ട്രീയത്തിന് നിറം കലർത്തി അതിൻ്റെ മൂടിയും ദാടിയും ഒക്കെ ഇല്ലാതാക്കുന്ന പ്രവണതയും കൂടി വരുന്നു. എന്തിലും രാഷ്ട്രീയം കാണുക. രാഷ്ട്രീയം നല്ലതാണ്, കക്ഷി രാഷ്ട്രീയം കാണുക. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ദ്വീപിലേക്കൊരു പാലം വേണമെന്നത് എറണാകുളം വളന്തക്കാട് നിവാസികളുടെ ഒരുപാട് കൊല്ലങ്ങളായിട്ടുള്ള ആഗ്രഹമാണ്, ആവശ്യമാണ്. മറുകരയിലെ കൊച്ചി മാനം മുട്ട വളർന്നു. പക്ഷേ വളന്തക്കാട്ടുകാർക്ക് ഇന്നും അക്കരെ എത്താൻ ആശ്രയം ഈ ചെറുവള്ളങ്ങൾ മാത്രമേ ഉള്ളൂ. ആകാശത്ത് ചൂളം വിളിച്ചു പായുന്ന മെട്രോ അടക്കം അമ്പരപ്പിക്കുന്ന വേഗത്തിൽ വിശാല കൊച്ചി വളരുകയാണ്. എന്നാൽ വളന്തക്കാട് ദ്വീപിൽ 4 കൊല്ലത്തിന് മുമ്പ് ആരംഭിച്ച പാലം നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. വളന്തക്കാട് ദ്വീപിലെ 45 കുടുംബങ്ങൾക്ക് പുറം ലോകത്തേക്ക് എത്താനുള്ള ഏക മാർഗം ഈ കാണുന്ന ജലഗതാഗതമാണ്. 2019 അവർക്കായി നിർമ്മിച്ച പാലത്തിന്റെ അവസ്ഥയാണ് എനിക്ക് പിന്നിൽ ആ കാണുന്നത്. നാൽപ്പത്തിയഞ്ച് കുടുംബങ്ങളാണ് വളന്തക്കാട് ദ്വീപിൽ താമസിക്കുന്നത്. പ്രായമായവരും കുഞ്ഞുങ്ങളും അസുഖബാധിതരുമൊക്കെയുണ്ടതിൽ. ദ്വീപുകാരെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഗതാഗത മാർഗം കടത്തുതോണിയാണ്. ശക്തമായ കാറ്റിലും മഴയിലുമൊക്കെ കുഞ്ഞുങ്ങളെയും ചേർത്തു പിടിച്ച് ഈ പുഴ കടന്നു വേണം ഇവർക്ക് അക്കരെ എത്താൻ. ദ്വീപിലൊരാളുടെ ജീവൻ നഷ്ടമായാലും മൃതദേഹം വള്ളത്തിൽ കയറ്റി വേണം അക്കരെ എത്തിക്കാൻ. അസുഖങ്ങൾ ഉണ്ടാകുമ്പോഴും പുറത്തുനിന്ന് ആരെങ്കിലും വന്നാലും മറ്റേ ഏതെങ്കിലും ഒരു വിധത്തിലുള്ള മരണാവശ്യങ്ങളായതൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇവിടെ വരാനും പോകാനും ഒക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും നിലവിലുണ്ട്. കുട്ടികളെല്ലാവരും ഈ വഞ്ചിക്ക് തന്നെയാണ് സ്കൂളിൽ പോകുന്നത്. ബോഡി വഞ്ചിക്ക് കയറ്റിയിട്ട് നമ്മൾ ശ്മശാനത്തിൽ കൊണ്ടുപോകും. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 46 വർഷമായി. ഇതുവരെ ഒരു പുരോഗമനം ഉണ്ടായിട്ടില്ല. എല്ലാവരും വന്ന് വോട്ട് ചോദിച്ച് മേടിച്ചുകൊണ്ട് പോകും, അത്രേ ഉള്ളൂ. 2019 നവംബറിൽ ആരംഭിച്ചതാണ് പാലത്തിന്റെ നിർമ്മാണം.
4 വർഷം പിന്നിട്ടിട്ടും പണി പൂർത്തിയായിട്ടില്ല. 5 കോടി രൂപയായിരുന്നു ഫണ്ട്. തൂണുകളുടെ പണിയും പകുതി വഴിയിലാണ്. പാലത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പാലം ഇതല്ലേ ഭാഗം ശരിയായിട്ടില്ലല്ലോ. കൊല്ലം എത്രേ 2 സ്ഥലത്തും പാലം വെച്ച് വെച്ചാൽ നടുക്ക് പാലമില്ലാതെ ഞങ്ങൾ എങ്ങനെ പോകും? ആ പാലം പൊങ്ങണമെങ്കിൽ ഒരു 4 മലയിലെ സാധനം വന്ന് ഇറങ്ങിയല്ല റോഡ് പൊങ്ങുള്ളൂ. കുഞ്ഞു കൊച്ചുങ്ങളെയൊക്കെ ഞങ്ങൾ പഠിക്കാൻ കൊണ്ടാക്കണം ആ വഞ്ചിയുടെ അപ്പുറത്ത്. പാലം മാത്രമല്ല, സുരക്ഷിതമായൊരു നടപ്പാത പോലുമില്ല ദ്വീപിൽ. മെട്രോയും മേൽപ്പാലവുമൊക്കെയായി കൊച്ചി വളരുമ്പോൾ ആ നഗരത്തിലേക്കെത്താൻ ചെറുപാലത്തിനായി കാത്തിരിക്കുകയാണിവർ. ദ്വീപ് നിവാസികളുടെ വർഷങ്ങളായുള്ള സ്വപ്നമാണ് എനിക്ക് പിന്നിൽ ഇങ്ങനെ നിലച്ചുപോയത്. ഇനിയെങ്കിലും അധികൃതർ ഇടപെട്ട് പാലമെന്ന ഇവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കണം. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ അനന്തു ബി നായർക്കൊപ്പം വിനീത വിജി, 24. മുട്ടിച്ചേരാത്ത പാലത്തിൻ്റെ ഇടയിൽ നിന്നാണ് വിനീത വിജി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പ്രേക്ഷകർ ആ ഫ്രെയിം ശ്രദ്ധിച്ചു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്നൊരു പട്ടണമാണ് കൊച്ചി നഗരം എന്ന് പറയുന്നത്. ഈ കൊച്ചി നഗരം വളരെ വലിയ ലെവലിൽ മെട്രോ നഗരം വളരുന്നു. എന്നാൽ ഈ തൊട്ടടുത്താണ് ഈ വളന്തക്കാട്ടുകാർക്ക് ഒരു നടപ്പാത പോലും ഇല്ല. ഒരു അസുഖം വന്നാൽ ഇവർ ആശുപത്രിയിൽ എങ്ങനെ എത്തും? ഒരുപാട് പ്രയാസകരമാണ് വളന്തക്കാട്ടുകാരുടെ ഇന്നത്തെ ജീവിതം. കാണാം നമുക്ക് വളന്തക്കാട്ടിൽ നിന്നുള്ള ചില നിശ്ചിതമായ പ്രതികരണങ്ങൾ. നിലവിലെ അവസ്ഥ ഇങ്ങനെ തന്നെ കിടക്കില്ല. പണിയാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ ഇത്ര ഉയരം കൂടിയതാണ് ഈ കുഴപ്പമായത്. ഇനിയിപ്പോൾ ഈ റോഡ് പോകണമെങ്കിൽ ഇതനുസരിച്ച് റോഡ് പോകണ്ടേ? അത് തന്നെയല്ല ഇതിൻ്റെ ഈ എൻഡ് ഇത്തിരി മാറിപ്പോയി. ഇപ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ് അക്കരത്ത് ഇക്കരക്ക് വരാനായിട്ടേ. എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഞാനും കുറേ അനുഭവിച്ചിട്ടുള്ളതാണ്. അക്കരെ കിടന്നുണ്ട്. ഇനി ഇക്കരെ വന്നപ്പോൾ പിന്നെ അതിൻ്റെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ മറ്റുള്ള ആൾക്കാർക്ക് അസുഖങ്ങൾ ഉണ്ടാകുമ്പോഴും പുറത്തുനിന്ന് ആരെങ്കിലും വന്നാലും മറ്റേ ഏതെങ്കിലും ഒരു വിധത്തിലുള്ള മരണാവശ്യങ്ങളായതൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇവിടെ വരാനും പോകാനും ഒക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടും. ഇവിടെ എന്ന് വെച്ചാൽ ഞങ്ങൾക്കിപ്പോൾ ഒരു പാലമാണ് ആവശ്യം. സുഖമില്ലാണ്ട് വന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ? ചിലപ്പോൾ വഞ്ചിക്ക് അങ്ങോട്ട് അക്കരെ കടത്തുന്ന പോലെ മരിച്ചു പോകണമെങ്കിൽ എന്ത് ചെയ്യുക? അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. MLA ഇവിടെ ഇപ്പോൾ കെ ബാബു MLA ഇവിടെ ഒരു മരണാവശ്യത്തിന് വന്നു. ഇപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ എന്താണ് ഞങ്ങളുടെ പാലത്തിൻ്റെ ആവശ്യം എന്ന് വെച്ചിട്ട് ഒന്ന് വർത്തമാനം പറയാൻ പോലും അദ്ദേഹം തയ്യാറായില്ല. എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ഒരു MLA അല്ലേ? പൊതുജനം കഴുതയല്ല സാർ. വിജയൻ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. SK രാത്രി ചപ്പാത്തി കഴിക്കുമോ അതോ ഫാസ്റ്റ് ഫുഡ് കഴിക്കുമോ? തീർച്ചയായിട്ടും ചപ്പാത്തി ആയിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുക. നിങ്ങൾക്കറിയുന്നത് പോലെ നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് ജീവിതശൈലി രോഗങ്ങൾ ഒരുപാട് ക്ഷണിച്ചു വരുന്നവരാണ്. കേരളത്തിലെ നഗരങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ രാത്രി കാലത്ത് ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ആൾക്കാരുടെ എണ്ണം പെരുകി വരുന്നു. കുറേ കാലമായി പട്ടിണി കിടക്കുന്ന ആളുകളെ പോലെ അത്രയും ആവേശത്തിലും ആവേഗത്തിലുമാണ് നമ്മൾ ഇത്തരം ഭക്ഷണം കഴിക്കുന്നത്. ഒരുപാട് രോഗങ്ങൾ നമ്മൾ ക്ഷണിച്ചു വരുന്നു. പരമാവധി അരിയൊക്കെ അടുപ്പയിലിട്ട് തിളപ്പിച്ച് കഞ്ഞി കുടിച്ച് വളരുന്ന ഒരു പഴയ കാലം ഉണ്ടല്ലോ, ആ കാലത്തിലേക്ക് മടങ്ങിപ്പോയാൽ ഇപ്പോഴുള്ള രോഗികളുടെ പകുതിയാകും ഇവിടെ. പക്ഷെ നമുക്ക് അങ്ങനെയായാലും പിന്നെ നമുക്ക് ആശുപത്രികൾ എങ്ങനെ കൊണ്ടു കിടക്കും കേരളത്തിൽ? ബാബു കെ ജോസ് പറയുന്നു, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ മാത്രം 10-ന് മുകളിൽ കെട്ടിടങ്ങൾ പണിത് ഉപയോഗിക്കാതെ കിടക്കുന്നു. വീണ്ടും പുതിയ കെട്ടിടങ്ങൾ അവിടെ പണിതുകൊണ്ടേയിരിക്കുന്നു അടച്ചിടാൻ വേണ്ടി. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്ന കാര്യമാണ്. എന്തായാലും ഈ ബന്ധപ്പെട്ട അധികാരികൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്കൊരു രാഷ്ട്രീയ വാർത്തയിലേക്ക്. ഇന്ത്യ സഖ്യത്തിനെതിരെ വിമർശനം തുടർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിപക്ഷത്തിന് 1 കൊല്ലം 1 പ്രധാനമന്ത്രി എന്ന ഫോർമുലയാണെന്നും ഭരിക്കാൻ അവസരം കിട്ടിയാൽ 5 കൊല്ലം കൊണ്ട് 5 പ്രധാനമന്ത്രിമാർ ഇന്ത്യ ഭരിക്കുമെന്നും നരേന്ദ്രമോദി ഇന്ന് പരിഹസിച്ചു. മഹാരാഷ്ട്രയിലാണ് സംഭവം. कर्नाटका और तमिलनाडु में कांग्रेस और एनडीए अलायंस के लोग क्या भाषण कर रहे हैं? दक्षिण भारत को तोड़कर अलग देश बनाने की मांग कर रहे हैं। आप मुझे बताइए, अहद पेशावर तहत तंजावर, हिंदवी स्वराज, ये गौ स्वराज जिस धरती पर हुई, छत्रपति शिवाजी महाराज की धरती, क्या कभी भी कांग्रेस के ऐसे एजेंडे को स्वीकार करेगी क्या? इन्हें जवाब मिलना चाहिए. അധികാരത്തിൽ വന്നാൽ 5 പ്രധാനമന്ത്രിമാർ ഓരോ കൊല്ലവും ഇന്ത്യ ഭരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. രാജ്യത്തെ വിഭജിച്ച് ദക്ഷിണേന്ത്യയെ പ്രത്യേക രാജ്യമാക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു എന്ന അദ്ദേഹത്തിന് ആക്ഷേപമുണ്ട്. ഇതൊന്നും രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയില്ലെന്നും നരേന്ദ്രമോദി പറഞ്ഞു. എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പൊതുജനം കഴുതയല്ല സാർ ഇനി നാളെ രാത്രി 7 മണിക്ക് നമ്മൾ തമ്മിൽ കാണുക. ഇനി നാളെ രാവിലെ 7 മണിക്ക് ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ എന്ന പരിപാടിയിൽ. പൊതുജനം കഴുതയല്ല സാർ.